ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നുള്ളത് കാവാലത്താണ്. കാവാലം എന്താ പറയുക, കാവാലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് എന്താ പറയുക, കാവാലം ചുണ്ടൻ അല്ലെങ്കിൽ കുറേ സാഹിത്യകാരന്മാരുടെ നാടാണ് കാവാലം. പിന്നെ വള്ളംകളികളുടെ നാടാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കാവാലത്തിനുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാവാലത്ത് കുറച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കണേണ്. അപ്പോൾ അതേ നമ്മൾ വഞ്ചിക്കാണ് പോകുന്നത്. അപ്പോൾ വഞ്ചിക്ക് ഈ ഇതുവഴിയെല്ലാം ഇങ്ങനെ പോയിട്ട് പോകുമ്പോൾ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത വീടുകളുണ്ട്, പള്ളികളുണ്ട്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ കാവാലം. പിന്നെ എന്താ പറയുക, ഒരുപാട് സാഹിത്യകാരന്മാരുടെ ജന്മസ്ഥലം കൂടിയാണ് കാവാലം. നാരായണ പണിക്കർ, കാവാലം അയ്യപ്പ പണിക്കർ, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ഓർമ്മകളൊക്കെയാണ് ഇവിടെ വരാൻ നേരത്ത്. അപ്പോൾ ബാക്കിൽ അവിടെ രണ്ടാൾക്കാർ ബോട്ട് യമഹ വെച്ച വഞ്ചിക്കാണ്, സോറി ബോട്ടല്ല കേട്ടോ, വഞ്ചി, യമഹ വെച്ച വഞ്ചിക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിൽ അവരത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണേണെങ്കിൽ കാണണം. അപ്പോൾ ജോസൂട്ടിന് അവിടെ പഠിച്ച് ചെറിയ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കണേണ്, ഓടിക്കാനുള്ള ചെറിയ പരീക്ഷണത്തിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി ആഴ്ചകളെല്ലാം കാണാം കേട്ടോ. ഇവിടേക്ക് ഉണ്ടല്ലോ എല്ലാവർക്കും തന്നെ വഞ്ചി ഉണ്ടാവും. അപ്പോൾ യമഹ വെച്ച വഞ്ചികളാണ് കൂടുതൽ ഇപ്പം ഇതുവഴി പോകുമ്പോഴെല്ലാം കാണുന്നത് കേട്ടോ. കാരണം എവിടെയെങ്കിലുമൊക്കെ ഇവർക്ക് അത്യാവശ്യമായിട്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പം കൂടുതലും ജലമാർഗം തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കണമെന്ന് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാർ. കൂടുതൽ യമഹ വെച്ച വഞ്ചികൾ തന്നെയാണ്. തുഴയുന്ന വഞ്ചികൾ കുറവാണ് കേട്ടോ. അങ്ങനെ തുഴയുന്ന വഞ്ചികൾ അധികം കണ്ടില്ല. അതെ, ആ ഒരു സൈഡിലൊക്കെ കാണുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ ഫെറി ബോട്ടുകൾ അടുക്കുന്ന ജെട്ടികളാണ് കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വഞ്ചികൾക്കല്ലാതെ ഇവിടെ എല്ലാം എത്താനായിട്ടുള്ള മറ്റൊരു മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഫെറി ബോട്ടുകളാണ്. അപ്പൊ അങ്ങനെയും നമുക്ക് ഇതുവഴിയെല്ലാം വരാൻ പറ്റും. ഇപ്പൊ പോകുന്ന നമ്മൾ ആദ്യം കാണാനായിട്ട് പോകുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർ CP എന്ന് പറഞ്ഞ സിനിമ, പിന്നെ വെനീസിലെ വ്യാപാരി, അങ്ങനെ 1-2 സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീട് കാണാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ദേ നമുക്കിനി ഇവിടെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വഞ്ചി. അപ്പോൾ വഞ്ചി അടുപ്പിച്ച് കഴിഞ്ഞിട്ട് കാണാം, ആ വീട് കാണാം. ഇത് ഇവിടെ അടുത്തോണ്ടിരിക്കുകയാണ്. ഇത് വെനീസിലെ വ്യാപാരിയില് മമ്മൂട്ടിയുടെ വീടായിട്ട് കാണിക്കുന്ന ആ ഒരു വീടാണ് കേട്ടോ ഇത്. പിന്നെ സർ CPയില് സീമയും രോഹിണിയും താമസിക്കുന്ന വീട്, ആ ഒരു ലൊക്കേഷനാണ്. അപ്പോൾ അങ്ങനെ 2 സിനിമകളാണ് എനിക്കറിയാവുന്നത്. അപ്പം നിങ്ങൾക്ക് വേറെ സിനിമകളൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. നമ്മളിപ്പോൾ ഇതുവഴിയൊക്കെയാണ് വഞ്ചിക്ക് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെനീസിലെ വ്യാപാരിയും പിന്നെ സർ CP എന്ന് പറഞ്ഞ ജയറാമിൻ്റെ ഒരു സിനിമയുണ്ട്, വെനീസിലെ വ്യാപാരി മമ്മൂട്ടിയുടെ സിനിമയുണ്ട്. ആ സിനിമയിലേക്ക് കാണിക്കുന്ന വീടാണിത്. അതിലെല്ലാം കാണിക്കില്ലേ അവരിങ്ങനെ വഞ്ചിക്ക് എല്ലാം വന്നിട്ട് ഈ വീട്ടിലേക്കൊക്കെ വരുന്ന സീനൊക്കെ ഉണ്ട്. ആ സീനൊക്കെ ഷൂട്ട് ചെയ്ത വീടാണിത്. ഇവിടെ പൂക്കളും ചെടികളൊക്കെ ഉണ്ട് കുറേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാണ് ഇതിൻ്റെ നേരെ തന്നെ ഇങ്ങനെ ഒരു കടവുണ്ട്. ഈ കടവിൽ കൂടി കയറിയിട്ട് വേണം ഈ വീട്ടിലേക്ക് കയറി വരാനായിട്ട്. അത് ഈ ഇതിലെ കായലിലേക്ക് ഫേസ് ചെയ്താണ് ഈ വീട് ഇരിക്കണത് തന്നെ. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി ചെയ്ത് വെച്ചതാണെന്ന് തോന്നണം. ഇപ്പോൾ പക്ഷെ പെയിൻ്റൊക്കെ ഇളകിയൊക്കെ പോയി കുറച്ച് ഇതായാ കിടക്കണം. അപ്പോൾ ഇവിടെ ആരും താമസമൊന്നുമില്ല കേട്ടോ, ആൾ താമസമൊന്നുമില്ല, അടച്ചിട്ടേക്കണേണ്. നോക്കാനൊക്കെ ആളുണ്ട്. അപ്പോൾ ആൾക്കാർ അവർ വന്ന് നോക്കി വൃത്തിയാക്കി ഇട്ടിട്ടൊക്കെ പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വെനീസിലെ വ്യാപാരി, സർ CP. അങ്ങനെ വേറെ 1-2 സിനിമകളൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ സർ CPയും വെനീസിലെ വ്യാപാരി മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുന്നവർക്ക് അറിയാൻ പറ്റും വേറെ ഏതെങ്കിലും സിനിമയിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്ത വീടാണ് ഈ കാണുന്നത് പുറകിൽ. കണ്ടല്ല, ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം കേട്ടോ.
ഞങ്ങളുടെ വഞ്ചി പെട്ടുപോയി. നമ്മുടെ വഞ്ചിപ്പില്ലേ ഹേമയുടെ പങ്ക അതില് അവിടെ ഒരു ടയറിൽ ചുറ്റി പിടിച്ചിട്ട് അത് അയച്ചോണ്ടിരിക്കണേണ് അവിടെ. അതെ, അങ്ങനെയെല്ലാം യമഹയുടെ വഞ്ചി ഇപ്പം നമ്മൾ തുഴയണ വഞ്ചിയിൽ അതിങ്ങനെ യമഹയുടെ വഞ്ചിയിലൊക്കെ പോകാൻ നേരത്തെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊക്കെ പോവാം, നമുക്ക് പെട്ടെന്ന് എത്തും. പിന്നെ ഈ ഒരു പങ്കയില്ല, അതിങ്ങനെ ഇടയ്ക്ക് വെള്ളത്തിലിങ്ങനെ കിടക്കുമ്പോൾ എന്തെങ്കിലും ഉടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാടാണ്. അപ്പം അതൊക്കെ അഴിച്ചിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പഴിച്ച് കഴിഞ്ഞിപ്പോൾ നമ്മൾ പോവാണെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പം നമ്മളവിടെ മറ്റേ സർസിപ്പിയും വെനീസിലെ വ്യാപാരിയൊക്കെ ഷൂട്ട് ചെയ്ത വീഡിയോ കണ്ടില്ലേ, അതിന് കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോഴാണ് നമ്മുടെ പ്രശസ്തനായ കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വീടിൻ്റെ അല്ല, പടിപ്പുരയുടെ മുന്നിലാണ്. അപ്പോൾ പടിപ്പുര അടച്ചിട്ടേക്കണേ, ഇവിടെ ആരും ഇപ്പോൾ താമസമൊന്നുമില്ല. കാവാലം അറിയപ്പെടുന്നത് തന്നെ കാവാലം ചുണ്ടൻ്റെ പേരിലും കാവാലം നാരായണ പണിക്കരുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന നാടാണിത് ശരിക്കും. അപ്പോൾ ഇത്രയും പ്രശസ്തമായ ഒരു വീട് ഇവിടെ ഉള്ളപ്പോൾ നമ്മളിത് കാണാതെ പോകുന്ന മോശമല്ലേ. അപ്പോൾ അടച്ചിട്ടേക്കാണെങ്കിലും ജസ്റ്റ് ഇവിടെ വന്നൊന്ന് നിങ്ങളിതൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അകത്തൊന്നും കയറി നമുക്ക് കാണാൻ പറ്റില്ല. ഇതിനോട് ചേർന്ന് തന്നെ സാറിൻ്റെ സ്മൃതി മണ്ഡപമുണ്ട്. ഇപ്പോൾ കാവാലം നാരായണ പണിക്കറിനെ കുറിച്ച് അധികം ഒന്നും പറയണ്ടല്ലോ. നാടകരംഗത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയാണ്, അതുപോലെ സംവിധായകനാണ്, ഗാനരചയിതാവാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ സാറിൻ്റെ മക്കൾ അതിലൊരാളിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പരേതനായ കാവാലം ഹരികൃഷ്ണൻ, പിന്നെ പിന്നണി ഗായന രംഗത്ത് തന്നെ പ്രശസ്തനാണ് കാവാലം ശ്രീകുമാർ. അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ അറിയുമായിരിക്കും. അപ്പോൾ ഇത്രയും പ്രശസ്തനായ ഒരാൾ താമസിച്ചിരുന്ന ഒരു വീടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ പടിപ്പുരയാണിത്. അപ്പോൾ ഇതാണ് വീടും അതിൻ്റെ പരിസരങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. കാരണം തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറി കാണാമായിരുന്നു, പക്ഷെ അടച്ചിട്ടേക്കണേണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതിപ്പോൾ ഈ കാണുന്നത് മെയിൻ ആയിട്ടുള്ളൊരു ജംഗ്ഷനാണ് കേട്ടോ, ബോട്ട് ജെട്ടിയാണ്. അപ്പോൾ ഇവിടെ ഫെറി സർവീസും ഉണ്ട്, അത് കൂടാതെ ജങ്കാർ സർവീസും ഉണ്ട്. അപ്പോൾ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന്, അതായത് എളുപ്പത്തിൽ കാവാലത്തേക്ക് എത്താനായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത്. പിന്നെ ഈ ഒരു സ്ഥലം ഓർമ്മയുണ്ട, ഇത് മെയിൻ ആയിട്ടുള്ളൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ. ആലപ്പുഴയും കുട്ടനാടും കേന്ദ്രീകരിച്ച് ഏത് സിനിമ ഷൂട്ട് ചെയ്താലും മിക്ക സിനിമകളിലും ഈ സ്ഥലം ഉണ്ടാവും, ഈ ഒരു ജംഗ്ഷൻ ഉണ്ടാവും. അതിപ്പോൾ എന്തെങ്കിലും ഒരു കവലയായിട്ടോ അല്ലെങ്കിൽ ഒരു ബോട്ട് ജെട്ടി ആയിട്ടോ ഒക്കെ കാണിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കുട്ടനാട്ടിൽ അല്ലെങ്കിൽ കാവാലത്തെ ഒരു മെയിൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെ വേണം പറയാനായിട്ട്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഒരുപാട് സിനിമകളുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ. പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും, പിന്നെ ഈ അടുത്തിറങ്ങിയ ബിജു മേനോൻ്റെ പുതിയൊരു പടം ഉണ്ടല്ലോ ആദിരാത്രി, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഞാൻ എല്ലാ സിനിമകളുടെയും പേരൊന്നും ഓർത്തിരിക്കണില്ല, അതുകൊണ്ടാണ് എല്ലാ പേരും പറയാത്തത് കേട്ടോ. അപ്പോൾ ഇത് മിക്ക സിനിമകളിലും കാണിക്കുന്ന ഓരോ ഓഫീസായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂഷൻ സെൻ്ററുകളായിട്ട്, പിന്നെ ആമേൻ സിനിമയിൽ കാണിക്കുന്നത് അവരുടെ ബാൻഡ് പഠിക്കുന്ന സ്ഥലം. ആമേൻ സിനിമ ഞാൻ പറയാൻ മറന്നുപോയതാണ്. ആമേൻ സിനിമയിൽ അവർ ബാൻഡ് പഠിക്കുന്ന ആ ഒരു സ്ഥലം, ആ ഒരു ബിൽഡിങ്ങൊക്കെ ഇതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്തെല്ലാം അപ്പുറത്ത് കാണുന്ന ആ ഒരു സ്ഥലം കണ്ട, ആ ഒരു ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിംഗ് സ്പോട്ടാണ്. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അവിടെ ഷൂട്ടിങ് നടക്കണേണ് ഇതിനോട് ചേർന്ന് ആ പരിസരത്ത് അപ്പുറത്തെ സൈഡിലാണ്. ഞാൻ കാണിച്ചിട്ട് കേട്ടോ, ഇതണ്ട അവിടെ പാലത്തിൻ്റെ മുകളിൽ ഷൂട്ടിങ് നടക്കണേണ്. അപ്പോൾ അവരത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണേണ്. ഇപ്പോൾ അവർ സീൻ, ഒരു കൊച്ച് വഞ്ചിയിൽ ഒരു കണ്ണ് കാണാത്ത ഒരാളെ ഇരുത്തി പോകുന്നൊരു സീനൊക്കെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ നേരമായിട്ട് ഷൂട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാലത്തിൻ്റെ മുകളിൽ കയറി കുറച്ച് നേരം ഷൂട്ടിംഗ് ഒക്കെ കണ്ട്, അപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടി കാണാൻ പറ്റി. അപ്പോൾ ഒരു സീൻ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണേണ്. അപ്പോൾ ഇത് ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഈ ബിൽഡിങ്ങും അതെ, അതുപോലെ തന്നെ ആ ഒരു
കടയും ആ ഒരു പരിസരമൊക്കെ. അതെ, നമ്മളിപ്പോൾ കുറേ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ കണ്ടു. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ എത്തിയേക്കുന്നത് ഇവിടുത്തെ കാവാലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ വീടാണ് ഈ പുറകിൽ കാണുന്നത്. അതായത് നമ്മുടെ ശ്രീ ജോസഫ് മുരിക്കൻ്റെ വീടിന് മുൻപിലാണ് കേട്ടോ. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് കുട്ടനാട്ടിലും പരിസരങ്ങളിലൊക്കെ ഒരുപാട് ക്ഷാമം, അതായത് ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ട സമയത്ത് കായൽ നികത്തി, അതായത് ഏക്കർ കണക്ക് അല്ലെങ്കിൽ ഹെക്ടർ കണക്കോളം നീണ്ടു കിടക്കുന്ന കായൽ നികത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വളരെയേറെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. ഒരുപാട് സാമ്പത്തികമായിട്ടും ഒരുപാട് മുതൽ മുടക്കുള്ളൊരു കാര്യവും കൂടിയായിരുന്നു അത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു സാഹസം കാണിച്ച് ആ നാടിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ കായൽ നികത്തി കൃഷി ചെയ്ത് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഭക്ഷ്യയോഗ്യമായ അരി ഉണ്ടാക്കുക എന്നുള്ള ഒരു ശ്രമം നടത്തി ഈ നാടിനെ സംരക്ഷിച്ച് അങ്ങനെ ഒരു ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളുടെ ഒരു വീടാണിത്. അപ്പോൾ ഒരുപാട് വർഷം പഴക്കമുണ്ട് ഈ വീട്ടിന്. ഇപ്പോൾ ഇവിടെ താമസമൊന്നുമില്ല കേട്ടോ, ആരും താമസിക്കുന്നൊന്നുമില്ല. ഒരു കാറൊക്കെ കിടക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആരുമില്ല, ലോക്ക് ചെയ്തിട്ടേക്കണേണ്. അപ്പോൾ ആ ഒരു വീടാണ് ഇപ്പം നിങ്ങളെൻ്റെ പുറകിൽ കാണുന്നത്. ഒരുപാട് ചരിത്രവും സാഹിത്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുടെ വീടുകൾ നമ്മൾ കണ്ട്, സിനിമാ ലൊക്കേഷനുകൾ കണ്ട്. അപ്പോൾ കാവാലം ഒരുപാട് കാര്യങ്ങൾക്ക് പ്രശസ്തമാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ. ഒരുപാട് പ്രശസ്തരായ ആൾക്കാർ താമസിച്ച, അല്ലെങ്കിൽ ഒരുപാട് സാഹിത്യകാരന്മാരും ഒക്കെ ഉള്ള, അപ്പം നമ്മൾ കാണാത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ 1-2 ആളുകൾ, എന്താ പറയുക, കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ വീട് മാത്രമാണ് കണ്ടത്. പിന്നെ ഇപ്പോൾ കായൽ രാജാവ് എന്നറിയപ്പെടുന്നു ജോസഫ് മുരിക്കൻ്റെ വീട് കണ്ടു. അങ്ങനെ 1-2 വ്യക്തികളുടെ വീടുകൾ കണ്ടു. പിന്നെ കുറച്ച് ഷൂട്ടിംഗ് ലൊക്കേഷൻ കണ്ട്, പിന്നെ ഷൂട്ടിംഗ് എടുക്കുന്ന ഇത് കണ്ടു. അപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ വന്നപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതും കണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇവിടെ തീരണേണ്. അപ്പോൾ ഇന്നത്തെ വിശേഷവും ഇന്നത്തെ ഇവിടുത്തെ കാവാലവും കുട്ടനാടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു യാത്രയും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നത് വരെ